ഗായ്സ്, വെൽക്കം ടു മാളു സുധി വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാജിയെ പറ്റിയിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓൺ ആക്കി തന്നെയാണ് വെച്ചേക്കുന്നത്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആ കമൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ്റെ പേരെന്താ, അപ്പുത്തി ഹാസുനോ അങ്ങനെയാണ് പുള്ളിക്കാരൻ പേര് കൊടുത്തേക്കുന്നത്. പുള്ളി ഇട്ടേക്കുന്ന കമന്റ് ഇതാണ് കേട്ടോ. എടി നീയൊക്കെ അല്ലേ ഇട്ടേച്ച് തിന്ന് നിന്റെയൊക്കെ കുടുംബം നോക്കാനല്ലേ, ഇങ്ങനെ നീയും ജീവിക്കട്ടെ. ഇതിൽ ആരുണ്ടടി സത്യം? നീതിക്ക് ക്യാഷ് ഉണ്ടാക്കുന്നത് കണ്ടവന്റെ എച്ചിൽ തിന്നാതെ കെട്ടിയവനുണ്ടെങ്കിൽ വല്ല കൂലിപ്പണിക്കും പോയി ക്യാഷ് തരാൻ പറ. അല്ലാതെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കി കുറെ മക്കളും ജീവിക്കുന്നത്. പുള്ളി എഴുതിയേക്കുന്നതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ മൊത്തത്തിൽ ഒന്ന് കൂട്ടിക്കൊടിച്ച് എടുത്തേക്കുന്നതാണ് ഇവിടെ കൊടുക്കുക എന്താണെന്ന് കേട്ടോ. എന്നിട്ട് ഇട്ടേക്കുന്നുണ്ട് ചിഷ്ടം ബാസ്കിക്കുന്നു തുള്ളാതെ അങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ലാസ്റ്റത്തെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എനിക്ക് ഈ അപ്പുത്തി ഹാസം എന്ന് പറഞ്ഞ ചേട്ടനോട് പറയാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഷാജിയുടെ വീഡിയോക്കകത്തിൽ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് ആദ്യമായിട്ടാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ബാക്കിയുള്ള വീഡിയോസിന് വന്നിട്ടാണ് ചേട്ടൻ ഒരു കമന്റ് ഇട്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രതികരണമായിട്ട് ഒരിക്കലും വരുത്തില്ലായിരുന്നു. കാരണം നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം, സോഷ്യൽ മീഡിയ ആണ്, നെഗറ്റീവും പോസിറ്റീവും ഒരുപാട് വരും, അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ ഷാജിയുടെ വീഡിയോ ഇട്ടപ്പം എൻ്റെ അഭിപ്രായം കുറച്ച് ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. എനിക്ക് ചിലത് ഇഷ്ടമായില്ല, ചിലത് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസിനകത്തിൽ ഉൾപ്പെടുത്തിയൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ആക്കി ചെയ്തു. ഞാൻ ചെയ്ത വീഡിയോക്കകത്തിൽ ചേട്ടൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ചേട്ടൻ കമന്റായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പം ഞാനും ചേട്ടനും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസം ഇല്ലല്ലോ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ആക്കി ചെയ്തു, ചേട്ടന് പറയാനുള്ള കാര്യം ചേട്ടൻ കമന്റായിട്ട് ഇട്ടു. രണ്ട് റിയാക്ഷൻ അല്ലേ? ചേട്ടൻ എന്നെ റിയാക്ട് ചെയ്തതല്ലേ, അതന്നെയല്ലേ ഞാനും അവിടെ ചെയ്തുള്ളൂ. ഇതിനകത്ത് വന്നൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ആക്കി ഇട്ടു, ചേട്ടൻ കമന്റ് ആയിട്ട് ഇട്ടു. വേറെ എന്ത് വ്യത്യാസമുണ്ട്? പിന്നെ ഇതൊക്കെ തിന്നല്ലേടി നീയൊക്കെ ജീവിക്കുന്നേ, ക്യാഷ് ഉണ്ടാക്കാനല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്നെങ്കിൽ അത് എന്റെ കഴിവാ. എനിക്ക് സംസാരിക്കാൻ അറിയാവുന്നത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അതിൽ നിന്ന് ക്യാഷ് കിട്ടുന്നെന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവാ ചേട്ടാ. ചേട്ടൻ ആ കഴിവില്ലെന്നും പറഞ്ഞോണ്ട് ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? ചേട്ടനെ കഴിവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടൻ പ്രതികരിച്ചു കേട്ടോ. അപ്പൊ എൻ്റെ നാത്തി വന്നിട്ട് വീഡിയോ ഇടുന്നതിനകത്ത് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. കാരണം കമന്റ് ബോക്സ് ഞാൻ ഓഫാക്കി വെച്ചിട്ടില്ല. എനിക്ക് പ്രശ്നമുള്ളൊരു വ്യക്തിയാണ്, എനിക്ക് കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചാൽ മാത്രം മതി. ഞാനത് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ചേട്ടന് പറയാനുള്ള കാര്യം ചേട്ടൻ പറഞ്ഞു, ആരാണെങ്കിലും അത് പറഞ്ഞു. പക്ഷെ എൻ്റെ ബാക്കിയുള്ള വീഡിയോസിനകത്താണ് ഈ കമന്റ് വന്നെങ്കിൽ ഒരിക്കലും ഞാൻ പ്രതികരിക്കത്തില്ല. കാര്യം അത് വന്നില്ല, അങ്ങനെ കിടന്നോട്ടെന്നേ വിചാരിക്കത്തുള്ളൂ. കാരണം ഇപ്പൊ ഈ വീഡിയോയുമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നോക്കിയപ്പം ഞങ്ങൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ആ ചേട്ടനും ഞാനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കാര്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ ആക്കി എനിക്ക് റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എടുത്തിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അല്ലെങ്കിൽ ഷാജിയുടെ തെറ്റായിട്ടുള്ള ഭാഗം നോക്കിയിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ചേട്ടൻ അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ചേട്ടൻ കമന്റായിട്ട് ഇട്ടു എനിക്കത്. ചേട്ടൻ എന്നെ റിയാക്ട് ചെയ്തു. ആ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ചേട്ടൻ ആലോചിച്ചില്ല? രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് ഫേസ് കാണിക്കാൻ മടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നു. ചേട്ടൻ അത് കാണിക്കാൻ മടിയായതുകൊണ്ടായിരിക്കും ചേട്ടൻ അത് ചെയ്യുന്നത് കേട്ടോ. അപ്പം എൻ്റെ ബാക്കിയുള്ള വീഡിയോക്കകത്താണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വരുത്തില്ലായിരുന്നു. ഈ വീഡിയോക്കകത്തായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു റിയാക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.